പഠിക്കുവല്ലേ? ഒച്ചയൊന്നും കേക്കണില്ലല്ലോ. എന്റെ മോനെ, നിനക്കിതൊന്ന് ഒതുക്കി ഇട്ടൂടേടാ. ഇത് എന്താടായി കാണുന്നത് ഞാൻ? ഞാൻ പിന്നെ ഒതുക്കിക്കോളാം. അമ്മ അങ്ങ് ഒതുക്ക്. പിന്നെ 24 മണിക്കൂർ കളർ ചെയ്താൽ മതി, പഠിക്കണ്ട കേട്ടാ. ഇത് നോക്കിയേ, ബുക്കൊക്കെ വലിച്ച് വാരി. ഓ, എല്ലാത്തിനും എൻ്റെ കൈ വന്നോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൻസിലേ ഉള്ളൂ. ബാക്കി പെൻസിലൊക്കെ എന്തിയേ? മറ്റേ പെൻസിൽ എന്തിയേ? അത് ബാഗിൻ്റെ അകത്ത് വല്ലതും കാണും. ബാഗിൻ്റെ അകത്ത് വല്ലതും കാണുമെന്നോ? എവിടെടാ? ബാഗിൻ്റെ അകത്ത് വല്ലതും കാണുമെന്ന് പറഞ്ഞിട്ട് ബാഗിൻ്റെ അകത്ത് ഇല്ലല്ലോ. ബാഗിൻ്റെ അകത്ത് ഉണ്ടമ്മ. നീ ഇടയ്ക്ക് ഇച്ചിരി അതിൽ നിന്ന് കണ്ണെടുക്കണ്ട. എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്ക്, ഞാനിവിടെ ഒന്ന് പറയല്ലേ. ഇതിനകത്തൊന്നും ഇല്ലാട്ടോ തക്കിടൂ. എവിടെ കൊണ്ടുപോയി കളഞ്ഞടാ? വേറെ ഒരു ഇതിന്റെ ബാക്കി കളർ പെൻസിലൊക്കെ എന്തിയേ? ബാഗിൻ്റെ അകത്തുണ്ട്. ബാഗിൻ്റെ അകത്ത് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ദൈവമേ, എന്തോന്നാണ് ഇത്? ഇവിടെ പഠിപ്പിക്കണത് അങ്ങ് ലോകം മുഴുവനും കേൾക്കാല്ല. പിന്നെ പഠിപ്പിക്കണതല്ലത് ഇത്. ദേടിയേ, ബാഗ് കീറിക്കൊണ്ട് വന്നേക്കുന്ന ചെറുക്കൻ. കീറിയാ? തക്കുടു, ഇത് എന്തോന്നടാ തക്കുടു? ഇത് ബാഗിന്റെ കോല. ഇത് നീ പള്ളിക്കൂടത്ത് ബുക്ക് കൊണ്ടുവരണ ബാഗാണോ അതാ മറ്റേ ഭക്ഷണ സാധനം കൊണ്ടുവരണ ബാഗാ? ഈ മറ്റേ ലവന്മാര് അതുപോലെ ആയല്ലോ അത്. കോലം കെട്ട്. നിനക്കൊന്ന് സൂക്ഷിക്കാൻ പാടില്ലേടാ കൊച്ചേ? ഇത് നോക്കിയേ ബാഗിന്റെ അവസ്ഥ. ആരത്? അതെ, പാർട്ടിയിലെ യവന്മാർക്ക് ഓരോ സംശയങ്ങൾ. ഇനി പുതിയ ബാഗ് മേടിക്കണ്ടേ? ഇത് കണ്ടോ ഇങ്ങനെ പോകും. എന്തൊരു കഷ്ടമാണ് എടാ. ഡാഡിയൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് പഠിച്ചു വന്നതെന്ന് അറിയാമോ? ഡാഡി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു യൂണിഫോം ഇട്ട് 3 കൊല്ലം പഠിച്ചിട്ടുണ്ട്. ഒരേ പുസ്തകം വെച്ച് 3 കൊല്ലം പഠിച്ചിട്ടുണ്ട്. അല്ല, ഓരോ നമ്മൾ പഠിക്കുന്നത് സ്ലേറ്റും ഇതൊക്കെ ആയിരുന്നു അന്ന്. ആദ്യം പറഞ്ഞത് കറക്റ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് മക്കളെ, ഇപ്പൊ നിങ്ങൾക്കൊന്നും ഇതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. എന്തോരം കളർ ഉണ്ടായിരുന്നു. അവസാനം ഇത് 3 എണ്ണമായി. ഓരോ വർഷം ഓരോ ബാഗ്. ഇതൊക്കെ പിള്ളേരെ നാശിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബാഗ് മേടിച്ചു കൊടുക്ക്. ബാഗ് മേടിച്ചു കൊടുക്ക് ചെറുക്കന്. ഇതും കൊണ്ട് എങ്ങനെ പോണേ? നാണാവും. ഇല്ലാത്ത വീട്ടിലെ കൊച്ചാന്ന് ഓർക്കും. പിന്നെ കുറച്ച് പൈസ വരാണ്ട് വെക്കാം. അതൊന്ന് വന്ന് കിട്ടിയാൽ നമുക്ക് വാങ്ങിക്കാം. അതുവരെ ഇതിനൊന്ന് തയ്ച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലേ? എന്റെ ക്ലീറ്റോ, ഒരു ബാഗ് മേടിക്കാനില്ലേ ക്ലീറ്റോ? നിങ്ങൾ എന്തിനാ പിന്നെ നടക്കുന്നത്? രാവിലെ ഇറങ്ങി വെള്ളയിട്ട് നടക്കണ എന്തിനാ? വെള്ളയിട്ട് ഞാനെന്ത് സർക്കാർ ഉദ്യോഗസ്ഥനല്ലെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കണുള്ളൂ. അല്ലാത്ത ആൾക്കാർ എന്തോരം നന്നായിട്ട് ജീവിക്കും. അതാ ഞാൻ പറഞ്ഞത്, കുറേ പൈസ എനിക്ക് വരാറുണ്ട്. അത് 2 ദിവസത്തിനകത്ത് വരും. അത് വരൂലെന്ന് നീ പറഞ്ഞത് വരൂലെന്ന്. പിന്നെ ഈ ബാഗ് കൊണ്ട് എങ്ങനെ പോകും അവൻ? ഇരിക്കണോക്കെ. നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലം അളിയൻ്റെ ബാഗ് വാങ്ങിക്കാൻ ഇച്ചിരി പൈസ കടം മേടിക്കും. ഞാൻ മേടിക്കൂല, പോടുന്നു. അവൻ എന്തോരം പൈസ ഏത് കൊടുക്കാനുള്ളത്? ഏത് കൊടുക്കണ്ട, നമ്മളെല്ലാം കൊടുത്തു തീർന്ന്. പിന്നെ അത് ഇപ്പൊ ലാസ്റ്റ് വാങ്ങിച്ച കുറച്ച് പൈസ അതല്ലേ, അത് ഇതും കൂടെ ഇപ്പൊ വരണ പൈസയുടെ കൂടെ ഇതും കൊടുക്കാം. നീ പിന്നെ ഇപ്പൊ ബാഗിന്റെ പൈസ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു 500 രൂപ മേടിച്ചോ എനിക്ക് കടമായിട്ട്. എന്ത് ബാഗ് വാങ്ങിക്കാൻ ഇപ്പൊ പോലെ ബാഗ് നമുക്കൊരു 1000 രൂപ ബാഗ് മേടിച്ചോ. 1000 രൂപ ബാഗ് മേടിച്ചോ, അവന് കൊടുക്ക്. എന്നിട്ട് 500 അഡീഷണൽ കടമായിട്ട് മേടിച്ചോ. എന്നിട്ട് എനിക്ക് എനിക്ക് 2 ദിവസത്തിനകത്ത് പൈസ വരുമല്ലോ. വരുമ്പോൾ 1500 തിരിച്ചു കൊടുക്കാം. പഴയ ഒരു 1000 കൂടെ ഉണ്ട്, അതും കൂടെ കൊടുക്കാം. കഴിക്കാൻ കൊടുക്കട്ടെ. എന്നിട്ട് ഇങ്ങനെയൊന്നും വളരല്ലേ മക്കളെ. പൈസയുടെ വില അറിഞ്ഞ് വളരണം. ഡാഡിയൊക്കെ പൈസ ഉണ്ടാക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്. ഇത് നിങ്ങൾക്ക് പെൻസിൽ എന്ന് പറയുമ്പോൾ പെൻസിൽ, പേനയെന്ന് പറയുമ്പോൾ പേന, ബുക്ക് എന്ന് പറയുമ്പോൾ ബുക്ക്, തിന്നാൻ എന്ന് പറയുമ്പോൾ തിന്നാൻ, ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഡ്രസ്സ്. ഒന്നിനൊരു കുറവില്ലല്ലോ. ഉപദേശം മാത്രം ബാക്കിയതേ. അമ്മ ഇത് കൊണ്ട് കൊടുത്തിട്ട് മതിയോ? കഴിച്ചാൽ മതിയോ? വീട്ടിൽ വന്നിട്ട് മതിയോ? മതി. കുട്ടികളെ കുറവ് അറിഞ്ഞ് വളർത്തണമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഇപ്പോൾ സുഖ സൗകര്യങ്ങൾ കൂടിപ്പോയി പിള്ളേർക്കെല്ലാം. തങ്കം മറ്റേ 500 വാങ്ങിക്കാൻ മറക്കണ്ടേ? ഡാഡി, ഈ അമ്മ എന്തിനാണ് ഡാഡി പറ്റിക്കണത്? പറ്റിച്ചോ? എന്ത് പറ്റിച്ച്? പറ്റിച്ചില്ലേ? പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുമോ? എടാ, അത് ഡാഡി നിന്റെ അമ്മയെ പറ്റിച്ചൊന്നുമല്ല. അത് നിന്റെ അമ്മയുടെ പിടിപ്പുകേടാണ്. അത് നിന്റെ അമ്മ എത്ര വർഷമായിട്ട് എൻ്റെ കൂടെ ജീവിക്കുന്നു. പിന്നെ ഇതുവരെ അവൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ കുഴപ്പമാണ്. പിന്നെ
പൈസ വല്ലതും ഇരിപ്പുണ്ടോ? ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. അതല്ലടാ, ഇപ്പോഴത്തെ ഉണ്ടല്ലോ, ഇപ്പൊ ഈ പിള്ളേരുടെ ബാഗ് ഒട്ടും നല്ലതല്ല കിട്ടും. നമ്മുടെയൊക്കെ ബാഗ് നമ്മൾ ഒരു കൊല്ലം ഉപയോഗിച്ച് പിറ്റേ കൊല്ലം അത് തന്നെ ഉപയോഗിക്കൂലേ? നമുക്ക് പണ്ട് ബാഗല്ല പെട്ടിയായിരുന്നു. ഓർമ്മ എനിക്ക് സഞ്ചി, അയ്യോ ഒരു സഞ്ചിന്ന് ഒരു പെട്ടി ഞാൻ ചെറുതിലായിരുന്നു. അത് കഴിഞ്ഞപ്പോ സഞ്ചി ആക്കി അമ്മ. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് മറ്റേ ഇരുമ്പിന്റെ പെട്ടിയായിരുന്നു. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ എനിക്ക് അലൂമിനിയത്തിന്റെ പെട്ടിയായിരുന്നു. കൃഷ്ണമാൻ, എൻ്റെ ക്ലാസ്സിൽ കൃഷ്ണമാൻ ഇപ്പോൾ PSC വർക്ക് ചെയ്യുന്നത്, അവന് അലുമിനിയത്തിന്റെ പെട്ടിയായിരുന്നു. അതൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അതല്ല. അപ്പം ഇന്നിപ്പോ നോക്കിപ്പോ ആ ചെറുക്കനാണെങ്കിൽ അവനെ ഉണ്ടല്ലോ, പിന്നെ വളം വെച്ച് ചെറുക്കൻ വഷളായി. എന്താ ഒന്നും സൂക്ഷിക്കൂലടാ. പെൻസിലില്ല, റബ്ബർ ഇല്ല, മേടിച്ചു കൊടുത്ത ബോക്സ് ഇല്ല, കളർ പെൻസിൽ ഇല്ല. അവന് എത്ര വയസ്സായി? എനിക്കറിയപ്പത് ചോദിക്കൂന്ന്. വയസ്സിന്റെ ആണോ? കൊച്ചുങ്ങളല്ലേ, അവരാകുമ്പോൾ ആ പ്രായത്തിനകത്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ഇങ്ങനെയൊക്കെ ഇപ്പോൾ തന്നെ ഞാൻ ഈ പെട്ടിയുടെ കാര്യം ഓർത്തു, നീ ഓർത്തു. ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർക്കും. ഈ ഓർക്കാൻ കുറേ ഓർമ്മകൾ ഉണ്ടാവണം നമുക്ക്. എന്നിട്ട് ഇന്നിപ്പോ ബാഗ് നോക്കിയപ്പോഴത്തേനും അത് കീറിക്കൊണ്ടു വന്നേക്കുന്നു. ഈ കൊല്ലം മേടിച്ചതാ. ബാഗ് ഇരിക്കുന്ന അവസ്ഥ കാണണം. അടിപൊളിയപ്പോഴാണ് കൂട്ടുകാരൻ പറയുമ്പോഴേ ആർക്കറിയാം, പിടിച്ച് കൊണ്ടുവന്നങ്ങ് ഇടുകല്ലേ. ബുക്ക് എവിടെ? അതവിടെ ഉണ്ടാവും. ഇതാ പറച്ചില്. അപ്പൊ മുത്തിനെ കൊണ്ട് എന്ത് സമാധാനായിരുന്നു എന്റെ പൊന്നേ. ആകുമ്പോഴാകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ കുസൃതി കൂടും. അമ്മാടെ അപ്പം എൻ്റെ പൈസ ഇരിപ്പില്ല ബാഗ് മേടിക്കാൻ വേണ്ടിട്ടേ. എന്താണെന്ന് വെച്ചാൽ അത് ഞാനേ റൊണാൾഡിൻ്റെ ഗൂഗിളിന് മറ്റേ GPay ഇട്ട് കൊടുക്കാം. അവൻ പറഞ്ഞ മേടിച്ചിട്ടുണ്ടാ പറയാണ്ടത്. എന്നാ ക്ലീറ്റോൻ്റെ അതിനകത്തോട്ട് ഇട്ടാ മതി. ചോദിച്ചോ അതിനേക്കാൾ ഞാൻ ഇവിടെ വേണ്ട കൈ കഴിക്കളമ്പ കളഞ്ഞാൽ മതി. അതുവഴി അങ്ങ് പോകുന്നത്. അല്ല അങ്ങനെയല്ല. അപ്പോ എന്താണ് സംഭവം? എന്താണ് ബാഗിനല്ലേ ഉദ്ദേശിച്ചത്? ബാഗിന് വേണം. ബാഗിന് എത്ര രൂപയാകും? അത് പല ക്വാളിറ്റി അനുസരിച്ചിരിക്കും. എന്നാലും ഒരു മിനിമം ബാഗിന് വഴിയിലൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ കുറഞ്ഞ 200 രൂപ കിട്ടും. ഒരു 500 രൂപയുടെ ബാഗ് മേടിക്കാം. പിന്നെ 600 രൂപ 700 രൂപ ആവും നല്ല ബാഗിന്. ക്ലീറ്റോ പറഞ്ഞ 1000 രൂപയുടെ മേടിക്കാനാ. അവൻ മേടിച്ചോട്ടെ, അവൻ്റെ 1000 രൂപ മേടിക്കട്ടെ. അതാ പറയാൻ വന്നേ. ക്ലീറ്റോൻ്റെ ഇല്ലല്ലോ മറ്റേ, നിനക്കറിയാലോടാ വരാനുള്ള പൈസ. അത് വരില്ലല്ലോ. ക്ലീറ്റോ എന്താ പറഞ്ഞെന്ന് ഞാനങ്ങ് നീ വന്ന കാര്യം പറയാതിന്റെ ഇടയ്ക്ക് നീ സംസാരിക്കും. അതാണ് ഇടയ്ക്ക് എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ വേറെ കഥകൾ പറഞ്ഞു ഉപകഥകൾ പറഞ്ഞു പോകുന്നുണ്ടാണ് ഈ പ്രശ്നം. അല്ല, വേറെ കഥ പറഞ്ഞാലും കുഴപ്പമില്ല, വേറെ അഭിപ്രായം ഒന്നും പറയരുത്. പറഞ്ഞു ക്ലീറ്റോ പറഞ്ഞേ എന്തായാലും നീ ഒരു തരുമല്ലോ, ബാഗ് മേടിക്കാൻ വേണ്ടി പൈസ തരുമല്ലോ. അതിൻ്റെ കൂടെ ക്ലീറ്റോനൊരു 1000 രൂപയും കൂടി ഇതാക്കിയിട്ട് നമ്മൾ ഒരുമിച്ച് അത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ. കേട്ടില്ലേ? മറുപടി അഭിപ്രായം പറയണ്ടെന്ന് പറഞ്ഞു. അല്ല ഇനി പറഞ്ഞോ. എന്നാടാ കൊച്ചിനല്ലേ ആവശ്യം, കൊച്ചിനുള്ള പൈസ തരാം. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. തരും, പക്ഷെ ഈ പ്രാവശ്യം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാഗ് കീറി, അത് സത്യവാ. ഒരുമിച്ച് ക്ലീറ്റോ അല്ല വേണ്ട, ബാഗിന്റെ പൈസ റൊണാൾഡിന്റെ അകത്തോട്ടിട്ട് ക്ലീറ്റോന്, അതല്ലെങ്കിൽ ചിലപ്പോ അതും എടുക്കും. അതാ പൊക്കോട്ടെ, ഞാൻ കഴിച്ചില്ലടാ. വേണ്ട, അത് അവനും കഴിച്ചില്ല, കൊച്ചും കഴിച്ചിട്ടില്ല, ക്ലീറ്റോയും കഴിച്ചിട്ടില്ല. നിനക്ക് വെള്ളം വല്ലതും വേണോ? അതെ, വെള്ളം എടുത്ത് വെച്ചേക്കാം കേട്ടോ. പൊക്കോട്ടെ ഞാനെന്നാ. കഴുകണ്ട, ഞാൻ വന്നിട്ട് കഴുകി വെച്ചോളാം കേട്ടാ. എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവിടെ ചെല്ലുമ്പോ അവിടെ പോകും, അവിടെ പോകുമ്പോ ഇതിലേ ഓടി. ചെറുക്കൻ്റെ ഒരു കാര്യം പോയിട്ട് തള്ള വരുമ്പോ ഞാൻ എന്തോ സമാധാനം പറയണം. തക്കുടുവേ, എന്റെ ദൈവമേ, ഞാനിനി എവിടെ പോണം? എനിക്ക് സമാധാനം ഇല്ലല്ലോ. സമാധാനം തന്നെ നീ അകത്തോട്ടെങ്ങാനും പോയാ? തക്കുടു മകളെ, തക്കുടു. അല്ല, നീ ഇപ്പൊ എന്നെ കളിപ്പിക്കാനായിട്ട് ഇവിടെ എങ്ങാണ്ട് ഒളിച്ചിരിക്കുകയായിരിക്കുമോ? ചെറുക്കൻ എന്റെ മുറി കയറി കഥവും കുറ്റിട്ടിരിക്കുന്നു. ചെറുക്കൻ എന്ത് പണിയായി കാണിക്കുന്നത്? എനിക്ക് അകത്തോട്ടൊന്ന് കയറണ്ടേ? തക്കുടു. ഓ എന്ത്? വാടാ. ഇല്ല, ഞാൻ ഇറങ്ങൂല. പൊന്നു മോനല്ലേ, അമ്മൂമ്മ ഇന്ന് അമ്പലത്തിൽ പോകുമ്പോ മോന് ഒരുപാട് കളിപ്പാട്ടം വാങ്ങിച്ചു തരാം. എനിക്ക് വേണ്ട കളിപ്പാട്ടം.
അയ്യേ മനെ, നീ ഇന്നാള് പറഞ്ഞില്ല ഒരു കളിപ്പാട്ടത്തിന്റെ കാര്യം, അത് അമ്മൂമ്മ നോക്കി കണ്ടു വച്ചിട്ടുണ്ട്, അത് വാങ്ങിച്ചു തരാം. എനിക്ക് വേണ്ട വേണ്ട വേണ്ട. മക്കളെ, അമ്മൂമ്മ ഐസ്ക്രീം വാങ്ങിച്ചു തരാം. എനിക്ക് ഐസ്ക്രീമും വേണ്ട, ഒന്നും വേണ്ട. എന്റെ പൊന്നു മോനല്ലേ, അമ്മൂമ്മയ്ക്ക് അകത്ത് കയറി ഒരു സാധനം എടുക്കാനുണ്ട്. എന്ത് സാധനം? എന്റെ സാധനം അവിടെ പലതും ഇരിപ്പില്ല, എനിക്ക് എടുക്കണ്ടേ. മക്കള് കഥ ഉറക്ക്. ഇല്ല, ഞാൻ തുറക്കൂല. അമ്മ പറയുന്ന കേക്ക് മോനെ, കഥ ഉറക്ക്. ഇല്ല, തുറക്കൂല. എടാ, നല്ല അടി തരും ഞാൻ നിനക്ക്. നിന്നെ എന്റെ കൈ കിട്ടിയാൽ നിന്നെ ഞാൻ ശരിയാക്കും. കാര്യം പറയാം, വാതിലുറക്ക്. ഇല്ല, ഞാൻ തുറക്കൂല. ഞാൻ ചാവാൻ പോവാ. ചാവാൻ പോണാ? ഇത് ദൈവമേ, ചെറുക്കൻ എന്തോന്നൊക്കെയാണ് പറയുന്നത്? മോനെ, ഞാൻ വാതിൽ തുറക്കൂല. ശരി. എന്തോ അമ്മ അന്തം വീട്ടിൽ നിൽക്കുന്ന? പകൽ ഉറങ്ങിയിട്ട് എന്തെങ്കിലും സ്വപ്നം കണ്ടാ? അല്ല, നമ്മുടെ തക്കടുമില്ലേ, അവനെന്ത് പറ്റി? അവന് അകത്ത് കയറി കഥവ് കുറ്റിയിട്ടിരിക്കുന്നു. എത്ര വിളിച്ചിട്ടും എടുക്കത്തില്ല. പോരാത്തതിന് അവൻ ചാവാൻ പോവുകയാണെന്ന്. ചാകാൻ പോണെന്നാ? എന്നിട്ടാണ് അമ്മ ഇവിടെ കുന്തം വിഴുങ്ങി പോലെ നിൽക്കുന്നത്. ആ, ഏത് മുറിയില്ല? എന്നിട്ട് എന്റെ മുറിയിൽ വന്നേ. ഇതിനകത്തോട്ടോ അവൻ എങ്ങനെ കുറ്റിയിട്ടമ്മേ? എനിക്കൊന്നും തക്കുടു, തക്കുടു, പൊന്നെ, എടാ മാമിയാടാ. ഡാ, എടാ വാതിൽ തുറന്നേടാ. ഓ, എന്താണ്? എടാ വാതിൽ തുറക്കാൻ. ഇല്ല, ഞാൻ തുറക്കൂല. എന്താ തുറക്കാത്തത്? ഞാൻ തുറക്കൂല. എന്താ തുറക്കാത്ത കാര്യം പറയാൻ? ഞാൻ ചാവാൻ പോവാ. ചാകാൻ പോണെന്നാ? ഇല്ലെങ്കിൽ എന്നെ കൊല്ലും. കൊല്ലുന്നാ? അത് കൊള്ളാലോ. ഞങ്ങളുടെ കൊച്ചിനെ കൊല്ലാൻ ഇവിടെ ആരാ ഉള്ളത്? അമ്മ കൊല്ലും. കണ്ട, അവൾ ഓരോന്ന് പറഞ്ഞ് കൊച്ചിനെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, കൊല്ലും തിന്നുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എടാ നീ വാതിൽ തുറന്നേടാ. അമ്മ തമാശക്ക് പറഞ്ഞല്ലേ? അല്ല. അത് ഓർക്കണം. നീ കഥക് തുറന്നേ. ഇല്ല, ഞാൻ തുറക്കൂല. എടാ, എടാ നല്ല കൊച്ചല്ലേ, ദേ മാമിയോട് ഇഷ്ടമുണ്ടെങ്കിൽ വാതിൽ തുറന്നേ. ഇല്ല. ഇതെന്ത് ഒരുത്തൻ കയറി വാതിലടച്ചിരിക്കുവാണ് ഏട്ടാ. തക്കുടു. തങ്കം പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് എന്റെ മോൻ പള്ളിക്കൂടം വിട്ട് വരുമ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. ഞാൻ ചായ ഇടാൻ പോയിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ചെറുക്കനെ ഈ സ്ഥലത്ത് എങ്ങും കാണുന്നില്ല. നോക്കി ഞാൻ മടുത്ത് അവസാനം നോക്കിയപ്പോൾ എന്റെ മുറിയിൽ കയറി കഥവും കുറ്റിയിട്ടിരിക്കുന്നു. അമ്മ വിളിച്ചിട്ട് വാല് തുറക്കുന്നില്ല. അമ്മ വരണ്ടിരിക്കുവായിരുന്നു ഞാൻ വരുമ്പോ. ഞാനും അമ്മയും കൂടെ മാറി മാറി വിളിച്ചിട്ട് പോകുമ്പോ വാല് തുറക്കണില്ലെന്നേ. അവൻ ചാകുമെന്നും പറഞ്ഞോണ്ട് അകത്ത് കയറി ഇരിക്കുക. ആ, അല്ലെങ്കിൽ അവനെ കൊല്ലുവന്നു. അവള് പിന്നെ അല്ലാതെ ആരും ഓരോന്ന് പറഞ്ഞ് കൊച്ചിനെ പേടിപ്പിച്ച് വെച്ചിരിക്കുന്നു. എന്താ കാര്യമൊന്നും അറിയാൻ പാടില്ല. മക്കളെ, തക്കടു തുറന്നെങ്കിൽ മതിയായിരുന്നു. ആ മക്കളെ, മാമനാടാ. എന്ത്? മക്കളെ ഇറങ്ങി വന്നേ. ഇല്ല, എന്താ വരാത്ത? എന്താ? ഞാൻ വരൂല. ഞാൻ ചാവാൻ പോവാ. മക്കളെ എന്തേ പോണ്? ഞാൻ ചാവാൻ പോണെന്ന്. കാര്യം എന്ത് മക്കളെ? ഇല്ലെങ്കിൽ അമ്മ എന്നെ കൊല്ലും. അത് എന്തിനാണ് മക്കളെ അങ്ങനെ ചെയ്യണ? അമ്മ എന്തിനാ അങ്ങനെ ചെയ്യണ? എന്തിനാ? അതെ, ഓ, അമ്മ പുതിയ ബാഗ് വാങ്ങിച്ചു തന്ന്. ആ ഇതിനി ചീത്തയാക്കിയാലേ ആ. എന്നെ കൊല്ലൂന്ന് പറഞ്ഞ്. ബാഗിന് എന്ത് പറ്റി? എന്നിട്ട് ബാഗിന് എന്ത് പറ്റിയെന്ന്? എന്റെ കൂട്ടുകാരനെ ആ മറ്റേ യദു കൃഷ്ണനും ദർശത്തിനും കൂടെ വന്നിട്ടേ എന്റെ ബാഗിനെ കുത്തി കളർ കൊണ്ട് വരച്ച്. ആ, ഓ, അപ്പൊ അതാണ് കാര്യം. മക്കളൊരു കാര്യം ചെയ്യ്, മക്കളിക്ക് ഇറങ്ങി വാ, കുഴപ്പമില്ല. ഇല്ല, ഞാൻ ഇറങ്ങി വരൂല. എടാ അത് ചെറിയ കാര്യമല്ലേ, സാരമില്ലെങ്കിൽ വാ. ഇല്ല, ഞാൻ മക്കളെ, വരൂല. അപ്പൊ പിന്നെ മക്കൾ എന്ത് ചെയ്യാൻ പോണ്? ഞാൻ ചാവാൻ പോണ്. എന്തിന്? ഇല്ലെങ്കിൽ അമ്മ എന്നെ കൊല്ലും. അമ്മ അങ്ങനെ പറഞ്ഞാ? മക്കളെ, അമ്മ അങ്ങനെ ഒന്നും ചെയ്യൂല. ഒരു കാര്യം ചെയ്യാം മക്കളെ, ഓ, അങ്ങനെ അമ്മ പറഞ്ഞിട്ടാ ശരിയല്ലല്ലോ. എന്റെ മക്കളെ അങ്ങനെ കൊല്ലാൻ പറ്റുമോ? നമ്മൾക്ക് ഇവിടെ ഇല്ലേ? ആ പിന്നല്ല, അമ്മ വരുമ്പോ മാമൻ ചോദിക്കും. മക്കളെ, ഓ, തൽക്കാലം മക്കൾ ഒന്നും കഥ തുറക്കോ? ഇല്ല. ഇല്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യണ്ട. അമ്മ വന്നിരുമ്പോ മാമൻ ചോദിക്കും, എന്തിനടി എന്റെ കൊച്ചിന്റെ അടുത്ത് നീ അങ്ങനെയൊക്കെ പറഞ്ഞത്, ഇനി മേൽ ആവർത്തിക്കരുത് എന്നൊക്കെ പറയുമ്പോ മക്കൾ തുറന്നാ മതി കേട്ടാ. അല്ല, ഇപ്പൊ ഒന്നും ചെയ്തോളരുത്. ശരി. കേക്കുന്നില്ല? ശരിയെന്ന് ശരിയെന്ന് പറഞ്ഞു. ശരീന്ന്. ആ, തങ്കം വന്ന എന്റെ അമ്മേ.
ശരി. താമസം പൊന്നു പോയ കാര്യം കഴിയണ്ടേ? പോയ കാര്യം കഴിയണ്ടേന്ന് ഓടി. കൊച്ചിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ചേച്ചി എന്ത് പറഞ്ഞാ കൊച്ചിനെ പേടിപ്പിച്ച് വെച്ചേക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞു പേടിപ്പിച്ച്? കൊച്ചുങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പേടിപ്പിക്കുന്നത് ഞാൻ പല പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? എന്തൊക്കെയായി മാറുമെന്നറിയാമോ? കൊച്ചു പേടിച്ച് രണ്ട് കയറി കഥ കൊണ്ടിരിക്കുന്നത്. കൊച്ചിന്റെ ബാഗിനകത്ത് ആരോ പോറി അങ്ങോട്ടൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത്. പുതിയ ബാഗിനകത്ത് പോറിയിട്ടാ പിന്നെ ആ ഇങ്ങനെ ആക്കുക. അത് എന്നിട്ട് കൊല്ലു തുറന്നു കൊച്ചിനെ. കൊച്ചു ആരോ കൂട്ടുകാരന്മാരോ ബാഗിനകത്ത് വരച്ചു വെച്ചേക്കുന്നത്. ചേച്ചി അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതേ ഡോർ അടിച്ച് അകത്ത് ഇരിക്കുവാണ്. തുറക്കുന്നില്ലേ? നിങ്ങൾ എന്ത് ഞങ്ങളെ വിളിച്ചിട്ട് അമ്മ തുറക്കണ്ടേ? അമ്മ കൊല്ലുവെന്നാ പറയണത്. നീ കൊല്ലു പറഞ്ഞാലേ വേറെ കൂടെ. ആ ഏട്ടൻ ചോദിച്ചപ്പോഴേ പറഞ്ഞത് അവന്റെ ബാഗിൽ കുത്തി വരച്ച് ചേച്ചി അത് കണ്ടു കഴിഞ്ഞാൽ അവനെ കൊല്ലു. എന്താ ഡാഡി? അവിടെ ഇരിക്കട്ടെ. ഇങ്ങോട്ട് ചെല്ലേ, വിളിച്ചോണത്. എവിടെ 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 ഏത് മുറിയിലാണ്? എന്റെ മുറി കയറി കിടന്നു. മക്കളെ തക്കുടോ, എന്താ ആ അമ്മ വന്നിട്ടുണ്ട് കേട്ടാ. അമ്മേ? ആ അമ്മ വന്നാ? ഓ വന്ന്. തക്കിടുവേ, ഓ വാതിലോർക്ക് വാതിലോർക്ക്. ഇല്ല, ഞാൻ തുറക്കൂല. നീ പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ചാവാൻ പോവാ. അയ്യോ, ചാവാൻ പോവാണോ? ഇല്ലെങ്കിൽ അമ്മ എന്നെ കൊല്ലൂലേ? അല്ലടാ, അമ്മ ഒന്ന് കണ്ടിട്ട് ചാവാം. എന്തിനാ ഞാൻ കൊല്ലണേ? എന്തിനാ നിന്നെ? അമ്മ പറഞ്ഞിട്ടില്ലേ പുതിയ ബാഗ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്, ഇനി ഇതില് കറയാക്കിയ എന്നെ കൊല്ലൂന്ന്. ആ അപ്പൊ കറയാക്കിയോ നീ? ഇല്ല, എന്റെ കൂട്ടുകാരനെ ദർശിത്തും യദുകൃഷ്ണനും പെൻസിൽ കൊണ്ട് വരച്ചു വെച്ച്. നിന്റെ ബാഗ് നീ ഇങ്ങനെ മറ്റുള്ളവർക്ക് വരയ്ക്കാൻ വേണ്ടി ഇട്ടേക്കുവാണോടാ നീ? അല്ല, അവര് വന്ന് വരച്ചതല്ലേ. മക്കളെ മക്കളെ വന്നില്ലേ കുഞ്ഞുങ്ങ പോയി? മക്കളെ മക്കളെ അമ്മ ഒന്നും ചെയ്യൂല. കൊല്ലൂലല്ല. മക്കളെ മക്കളെ ഓ ഈ ഒരുപാട് വരെയുണ്ടോ? കുറച്ചു വരേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. മക്കളെ ഇറങ്ങിക്കോ. കൊല്ലൂലല്ലോ. കൊല്ലൂലല്ലോ. ഇല്ല മക്കളെ, മാമ നിക്കല്ലേ ഇവിടെ. വാ, കൊല്ലൂല വാ. മാമ ഇവിടെ നിക്കല്ലേ, ധൈര്യമായിട്ട് വാ. എന്താടാ അതിന്റെ അകത്തൊരു ഒച്ച കേക്കണേ? എങ്ങനെയൊക്കെ നിക്കുന്നത്? കസേരയിലല്ലേ, അതിനൊക്കെ കൊച്ചിന് ധൈര്യമുണ്ട്. നോക്കട്ടെ, ബാഗ് നോക്കട്ടെ. ബാഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല. നോക്കട്ടെ, കുഴപ്പമില്ല. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ഇവിടെ എവിടെ വരച്ചേക്കുന്നത്? ഇത് കുറച്ചാണോ ലില്ലിയുള്ളത്? ഇത് സാരമില്ലേ ചേച്ചി? പക്ഷെ കുറച്ചാണെങ്കിൽ കൊല്ലൂലെന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് ഇച്ചിരി അധികം ഉണ്ട് അല്ലേ? ആ ഇനി അടുത്ത പേടിപ്പിക്കുന്നു കൊച്ചിനെ. നീ വന്നേ. അമ്മ, ഞാൻ വരുന്നില്ല. നീ വന്നേ. ഇല്ല, ഞാൻ വരുന്നില്ല. ചേച്ചി ഇപ്പൊ എങ്ങോട്ട് കൊണ്ടുപോവാണ്? കൊല്ലാൻ. ചേച്ചി എങ്ങോട്ടേക്ക് കൊണ്ടുപോണേ? കൊല്ലാൻ കൊണ്ടുപോണ്. ഞാൻ വരുന്നില്ല. നീ വാടാ ഇവിടെ. ഇവിടെ വാടാ. ചെല്ല് മോനെ. ഞാൻ വരുന്നില്ല. പറഞ്ഞില്ല എന്ന് പറഞ്ഞാ നിന്റെ ബാഗിൽ പിന്നെ നീ ചെല്ലി കേറിക്ക്. ഇങ്ങോട്ട് കേറിക്ക്. കൈയിട്ട്. എന്തോ പറയാൻ. നിന്നോടേ പറഞ്ഞാലേ നിനക്ക് അനുസരിക്കാൻ കഴിയൂല. കഴിവപ്പോ പോയില്ലേ? ഈ അച്ഛനും അമ്മയൊക്കെ ദേഷ്യം വരുമ്പോഴേ കുന്നുകളയുന്നൊക്കെ പറയാൻ കൊല്ലാൻ വേണ്ടിട്ടാണ് ആണോ? അത് കഴിവപ്പോ പോയില്ലേ? ഇത്രേ ഉള്ളു. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ ഉടനെ തന്നെ ചാവൂന്ന് പറഞ്ഞ് മുടി അടച്ച് കയറി കഥ കടച്ചിരിക്കുകയല്ല വേണ്ടത്. ഒന്നല്ലെങ്കിൽ അമ്മേനോട് പറയണം, അല്ലെങ്കിൽ അത് കഴുകിയാ പോകും. അതുപോലെ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കഴുകിക്കളയണം. ചെറുതായിട്ട് ചമ്മി നിക്കുവാണേ. എന്റെ മോനല്ലേടോ നീ, നിന്നെ ഞാൻ കൊല്ലുവോ? ഞാൻ പ്രസവിച്ചതാ, അങ്ങനെ കൊല്ലാനൊന്നും പറ്റൂല. ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇനി അടുത്ത വരയ്ക്കോ? വരച്ചിട്ടെങ്ങാനും വന്നാ മാമി പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഇരിപ്പുണ്ടെന്ന്. ഇനിയിപ്പോ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അത് പറഞ്ഞ് വിളി വന്നില്ലേ? വേണോ? തരട്ടെ.
വേണോ